കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എന്നാലും അതിനിപ്പോ എവിടെ പോയോ എന്തോ. എന്താ മമ്മ എന്താ തരുന്നത്? ഒന്നുമില്ലടാ, ഒന്നുമില്ല. ചായ ഇട്ടില്ലേ? ചായ ഇടാൻ വെള്ളം വെച്ചു. ചായ നിനക്ക് ചായ വേണമെങ്കിൽ ഇങ്ങോട്ട് ഇരി, ഇട്ട് തരാം. അല്ല അമ്മയ്ക്ക് എന്താ പ്രശ്നമല്ല? അമ്മ മുഖം തോരുമാരി ഇരിക്കുന്നത്. എന്റെ മുഖത്തിന് എന്താ പ്രശ്നം? അല്ല സത്യം പറ, ആ സുഖ്വീന്ദർ സിംഗാണ് വീണ്ടും വിളിച്ചോ പറ. ഒരു സുഖ്വീന്ദർ സിംഗും വിളിച്ചില്ല. എടാ തലവേദന ആയതുകൊണ്ട് അമ്മ ഇച്ചിരി താമസിച്ചു പോയടാ എണീക്കാനാ. അതുകൊണ്ട് ചായ ഇടാൻ താമസിച്ചു. ഉണ്ടാക്കി തരാന്നേ. അതൊന്നുമല്ല അമ്മ എന്തിനാ പിന്നെ ചുമ്മാ ഇങ്ങനെ കിടന്ന് തിരിഞ്ഞ് ഇവിടെ കിടന്ന് നോക്കുന്നത്? എന്തോ നോക്കുവന്നല്ല, എന്താ കാര്യം പറ. ഞാൻ ഒരു കാര്യവും ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ സുമേഷ്. ഇനി എന്റെ ഇത് മേടിക്കണോ നിനക്ക്? അമ്മ ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത്. എന്ത്? അമ്മ ഈ തൊട്ടേനും പിടിച്ചതിനൊക്കെ എടുത്തിയായിട്ട് ദേഷ്യപ്പെടുന്ന ഭയങ്കര മോശപ്പെട്ട പരിപാടിയാണ് കേട്ടോ. അതെ, നിന്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട്, നിന്റെ സ്വഭാവ ഗുണം കൊണ്ടാടാ. ചേട്ടാ ഞങ്ങളുടെ സ്വഭാവം കൊണ്ട് ഞങ്ങളല്ലേ ദേഷ്യപ്പെടേണ്ടത്? അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഓഹോ, അപ്പൊ അങ്ങനെയായി. ചായ ആയി കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് കൊണ്ടു തന്നേക്കാം. ചായയോ? ചായ ആയി കഴിയുമ്പോ അങ്ങോട്ട് കൊണ്ടു തന്നേക്കാം. എടാ എന്തിനാണ് എന്റെ തല പറിക്കുന്നത് ഇങ്ങനെ രാവിലെ? അമ്മ എന്തോ തെരയുന്നെന്ന് പറയാമ്മ. ഞാനൊന്നും തെരയുന്നില്ല, നിന്നോട് മലയാളത്തിലല്ലേടാ പറഞ്ഞ. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ തൊട്ടേനും പിടിച്ചിട്ട് അല്ലെങ്കിൽ ചാടിക്കറി ദേഷ്യപ്പെടുന്നത്? ഞാൻ ഒരു സജഷൻ പറഞ്ഞേട്ടെ, ഈ ദേഷ്യമൊക്കെ മാറണമെങ്കിൽ യോഗ നല്ലതാണ്. അതെ സുമേഷേ, നീ എന്നെ യോഗ പഠിപ്പിക്കാനും ഉപദേശം പഠിപ്പിക്കാനും വരണ്ട. അല്ലെ തന്നെ എനിക്കിപ്പം ബെസ്റ്റ് യോഗമാണ് ഇപ്പം. എന്നാ പറ അമ്മ എന്താണ് ഇവിടെ നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറ. ഞാനിവിടെ സഹായിക്കാം. ഞാൻ എന്തെങ്കിലും ഇത് തരാന്നമ്മ. നീ എന്നെ സഹായിക്കണ്ട, ഒന്ന് പോയി തരാമോ? ചായയുടെ വിഷയമല്ലേ ഉള്ളൂ. ഞാൻ ഇച്ചിരി പൊടിയിട്ട് ഞാൻ തിളപ്പിച്ച് കൊണ്ടുതരാം. എന്നാ ശരി ശരി. അപ്പച്ചി, എനിക്കൊരു സംശയം. കണ്ടോ ചേട്ടാ, പിള്ളേരൊക്കെ ഡൗട്ട് ചോദിച്ചു തുടങ്ങി. ഗുഡ് ഗേൾ. താങ്ക് യു. ചോദിക്കും. അല്ല, അച്ഛമ്മയുടെ എന്തോ വിലപിടിപ്പുള്ള സാധനം കാണാതായിട്ടുണ്ട്. കാണാതായിട്ടുണ്ടെന്നു? എന്ത് കാണാതായിട്ടുണ്ടെന്നു? അതാ അച്ഛമ്മ അടുക്കളയിൽ അവിടെ ഇവിടെയൊക്കെ തപ്പുന്ന ഞാൻ കണ്ടു. അടുക്കളയിലോ? അടുക്കളയിൽ അവിടെ ഇവിടെയൊക്കെ തപ്പുന്ന കണ്ടെന്ന്. അല്ല പാത്രോ സ്പൂൺ അങ്ങനെ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ? അത് തപ്പിയതായിരിക്കും. അച്ഛാ, ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ കാണാതായാ തപ്പുന്നത്, സാധാ സാധനങ്ങൾ കാണാതായാ തപ്പുന്നൊക്കെ കണ്ട് എനിക്കറിയാം. ഇപ്പൊ അമ്മയുടെ കയ്യിൽ എന്തോന്ന് വിലപിടിപ്പുള്ള സാധനം ഉണ്ട് കൊണ്ട് കളയാൻ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ. ഇവൻ ഈ അടുത്തായിട്ട് നാത്തുവിന്റെ സ്വഭാവം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നാത്തു എല്ലാ കാര്യത്തിനും സുമേനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇവൻ എല്ലാ കാര്യത്തിനും ആവിനെ സപ്പോർട്ട് ചെയ്യും. അപ്പച്ചി, ഞാൻ ഇവിടെ എല്ലാരും പോലെ അല്ല. എനിക്ക് കാന ബുദ്ധിയാ. കാനയല്ല, കാഞ്ഞ. ആ കാന ബുദ്ധിയാ. അതാദ്യം പറയാൻ പഠിക്ക്, എന്നിട്ട് തന്നെത്താനെ അങ്ങ് പറഞ്ഞോളൂ കാഞ്ഞ ബുദ്ധിയാണ്. മതി മതി, തർക്കിക്കാതെ. അമ്മ എന്തെങ്കിലും കളഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നമ്മളെ അടുത്ത് പറയും. അതെ, അത്രേ അടങ്ങിയിരി. അവൻ എപ്പോഴാ കഴിച്ചിട്ട് പോയി? കണ്ടാച്ചാ, അവനെ നോക്കിയിരുന്ന നമ്മളാരായി? അവൻ അവന്റെ കാര്യം നോക്കി കഴിച്ചിട്ട് അങ്ങ് പോയി. നിനക്കല്ല കാര്യം, നീ കഴിച്ചിട്ട് പോ അങ്ങോട്ട്. നീ കഴിച്ചിട്ട് പോ. അതെങ്ങനെയാ? അവക്ക് ലോകത്തിൽ നടക്കുന്ന സർവ്വ കാര്യം അറിഞ്ഞല്ലേ കഴിപ്പ് വരുള്ളൂ. ഇത് കൊള്ളാം. അമ്മ എന്തിനാ എന്നോട് ചൂടാവുന്നത്? അതാ ഇപ്പൊ കഥയായത്. രാവിലെ ഇട്ടിട്ടും എന്റെ മക്കളെല്ലാം കൂടെ ഇരുന്ന് അമ്മ എന്തിനാ ചൂടാന്ന് ചോദിച്ചോണ്ട് നടക്കുന്നു. എന്റെ ചൂടിന്റെ അളവെടുക്കുവാണോടി നിങ്ങളൊക്കെ? അല്ല, രാവിലെ തൊട്ട് ഞാൻ എന്തിനെ ശ്രദ്ധിക്കുക? നീ തൊട്ടാനും പിടിച്ചവനൊക്കെ ചൂടായി കൊണ്ട് നടക്കുവാണല്ലോ. എടി കാര്യം എന്താന്ന് വെച്ചാ പറ. പറയണോ അമ്മ? പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ എന്നെ ചാടി കടിക്കാൻ വരുമോ? നീ ആദ്യം കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണോന്ന്. ഇവിടുത്തെ അമ്മ എനിക്ക് 2 പവന്റെ ഒരു വള തന്നായിരുന്നല്ലോ. ഇതിപ്പോ കാണുന്നില്ല. കാണുന്നില്ലേ? കൊണ്ട് കളഞ്ഞ അമ്മാവളാ. 10,75,000 രൂപയുടെ സാധനമാണ്. അമ്മ എന്തോന്നമ്മ പറയണേ? ഇതാ ഞാൻ പറഞ്ഞ എല്ലാം കൂടെ എന്നെ ചാടി കടിക്കാൻ വരുമെന്ന്. എടാ ഞാൻ സേഫ് ആയിട്ട് കൊണ്ട് വെച്ചതാടാ, പക്ഷെ ഇപ്പം വെച്ച സ്ഥലം ഓർക്കുന്നില്ല. 2 പവന്റെ വള കൊണ്ട് കളഞ്ഞിട്ട് അവളൊന്നും എന്ത് നിസ്സാരമായിട്ട് പറഞ്ഞു? ഓർമ്മയില്ല പോലും. ഞാനിപ്പോ പറഞ്ഞില്ലേ, നിങ്ങൾ അറിയുമായിരുന്നു. ആരറിഞ്ഞില്ലേലും ഞാൻ അറിയുമായിരുന്നു. എനിക്ക് ആ വള വേണമെന്നുണ്ടായിരുന്നു. ഞാൻ അമ്മേനോട് ചോദിക്കാനിരിക്കുമായിരുന്നു എനിക്കത് തരുമോന്ന്. എവളങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കൊന്നും വേണ്ട കേട്ടോ. എന്റെ ദൈവമേ, എന്റെ അച്ഛനാണ്, അമ്മയാണ്, എന്റെ കൊച്ചാണ് സത്യം. ഞാനത് എടുത്തിട്ടില്ല. ആരെടുത്താലും ഇല്ലെങ്കിലും വള കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. വന്നത് അപ്പോ തപ്പിക്കൊണ്ടിരിക്കില്ലേ? എന്നോടല്ലേ, ഇവിടെ ഒരുത്തി പുളിയും കഴിച്ചോണ്ടിരിക്കുക. എടാ, അമ്മ ഇവിടെ എങ്ങാണ്ടോ പാത്രം കഴുകാൻ വന്നപ്പോ എങ്ങോ ഊരി വെച്ചു. അമ്മ തന്നെയാ പറഞ്ഞത്. എവിടെയാ ഊരി വെച്ചതെന്ന് ഓർമ്മയില്ല. അല്ല, അച്ഛമ്മ എന്തിനാ ഈ പാത്രം കഴിയുമ്പോ വളയൊക്കെ ഊരി വെക്കുന്നത്? എടി, അത് ചില അമ്മമാര് ഈ ചാരമൊക്കെ ഇട്ട് പാത്രം കഴുകത്തില്ലേ, അപ്പൊ വള മോതിരം മുതലായവ ഊരി മാറ്റി എവിടെങ്കിലും വെക്കും. അങ്ങനെ ഊരി വെച്ചാൽ അത് കാണാതാവുകയും ചെയ്യും. എല്ലാത്തും ഒരു കാര്യം പറഞ്ഞേക്കാം, വള കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ കൊണ്ട് വിറ്റ് കമ്മീഷൻ എടുക്കും. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയാലോ? നിങ്ങൾക്ക് കിട്ടിയാലോ എനിക്ക് അറിയണം. അപ്പൊ പിന്നെ ഞാൻ എന്താ നോക്കൂത്തിയോ? നമുക്ക് ഷെയർ അടിക്കാടി. അതെന്ത് പരിപാടിയാണ്?
എന്ത് പരിപാടി? നീ കൊച്ചല്ലേ, നിനക്ക് എന്തിനാ ഇതൊക്കെ? ഞാൻ കൊച്ചാ, ആ. എനിക്ക് ചെന്നൈ പോയ വല്ല പരിപാടി ഉണ്ട്. എന്താ പരിപാടി? സൂചി നൂലൊക്കെ വാങ്ങിക്കാനില്ലേ? അതൊക്കെ അമ്മച്ചി ഇവിടെ വാങ്ങിച്ചു തരും. സൂചി നൂലോ? ചേച്ചി അത് നമ്മൾ അച്ഛമ്മയുടെ കൊടുക്കണം, അതാണ് ശരി. ഒന്ന് നോക്കൂ എല്ലാരും. കഥ പറച്ചിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അവൻ നന്മമരാവൻ നോക്കും അതിന്റെ ഇടയ്ക്ക്. നീ ഇതിന്റെ അകത്തങ്ങനെ പൂണ്ട് പോയിട്ടുണ്ടാവോ? കിട്ടിയാ കിട്ടിയാ കിട്ടിയാ? എന്ത് ബുക്കും പെറുക്കിക്കൊണ്ട് വന്നു? അല്ല ബുക്കല്ല, നിന്റെ പഴയ ഓട്ടോഗ്രാഫ് ഉറക്കം. ആ ഇതമ്മ കത്തിക്കാൻ എടുത്തോണ്ട് പോയതായിരുന്നു. കത്തിച്ചില്ലേ? പൂക്കാത്ത മാവിന്റെ കായ്ക്കാത്ത കുമ്പലെ മൂക്കാത്ത മൂവണ്ടൻ മാങ്ങയാണ് നീ. വൈ ശോഭന കുമാരി. നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അതായത് ലൈസമ്മ വർഗീസ്. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ ബൈന്ന് എഴുതിയിട്ട് അവന്റെ ആരുടെ പേരില്ല. അത് ആരാ അത്? നീ നാടെ. ഇത് ഏലിയാമ്മ. ഏത് ഏലിയമ്മ? 10ല് പഠിച്ചതാടാ. 10 പഠിച്ച ഏലിയമ്മയുടെ കൈസ് നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? പിന്നെ എന്റെ കൂടെ LKG പഠിച്ചവരുടെ എനിക്ക് ഓർമ്മ. എനിക്ക് എന്നാ 1ാം ക്ലാസ് പഠിച്ച വിമലിന്റെ നമ്പർ എന്ന് പറഞ്ഞ കൈസർ എന്ന് പറഞ്ഞടി. വിമൽ എന്റെ കൂടെ പഠിച്ചിട്ടില്ല. ആ പഠിച്ചിട്ടുണ്ട്. എന്നെ അങ്ങനെ നുള്ളിപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ. ആ എന്നാ പിന്നെ കയ്യക്ഷരം ഞാൻ എങ്ങനെ ഇപ്പൊ പറഞ്ഞു ഇത് ചുമ്മാ ഉടായി പറയുന്നത്. ഏതോ ഒരുത്തൻ എഴുതി കൊടുത്താണ്. ഏത് ഒരുത്തൻ? എടാ ഒരുത്തി. ഒരുത്തൻ. എന്നാ ഒരുത്തൻ നീ കൂടെ കേസ് കൊടുക്കും. നിങ്ങൾ രണ്ടാളും കൂടി നിർത്ത്, നമുക്ക് വള നോക്കണ്ടേ? ആ അതാണ് വളവ്. ചുമ്മാ കടന്നു ഒരുത്തിന്റെ ഒരുത്തി എന്ന് പറഞ്ഞോണ്ടി